മനുഷ്യരുടെ അശ്രദ്ധ കാരണമുണ്ടാകുന്ന ചില അപകടങ്ങൾ, ആ അപകടങ്ങൾക്ക് നമ്മൾ പലപ്പോഴും കനത്ത വില കൊടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു അപകടമാണ് 2003 സംഭവിച്ചത്. അശ്രദ്ധ കാരണം അന്ന് മരണമടഞ്ഞത് 7 ആസ്ട്രോനോട്ട്സ് ആണ്. അതിൽ ഒരാൾ ഇന്ത്യൻ വംശജയായ കൽപ്പന ചൗളയായിരുന്നു. അത് ശരിക്കും ഒരു രക്തസാക്ഷിത്വം തന്നെയാണ്, ശാസ്ത്രത്തിനു വേണ്ടിയുള്ള രക്തസാക്ഷിത്വം. ആ രക്തസാക്ഷിത്വം പിന്നീട് രക്ഷപ്പെടുത്തിയത് അനേകം ആസ്ട്രോനോട്ട്സിൻ്റെ ജീവനാണ്. ആ കൂട്ടത്തിൽ പെടും ഇപ്പോൾ ഭൂമിയിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തിരിക്കുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോർ അല്ലെങ്കിൽ ബാരി വിൽമോർ. 2003 കൽപ്പന ചൗളയ്ക്കും ഒപ്പമുണ്ടായിരുന്ന 6 ആസ്ട്രോനോട്ട്സിനും ശരിക്കും എന്താണ് സംഭവിച്ചത്? ആർക്കുണ്ടായ അനാസ്ഥയാണ് ഇതിനൊക്കെ കാരണമായി മാറിയത്? അത് പിന്നീട് എങ്ങനെയാണ് സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമോറിൻ്റെയും രക്ഷകനായി മാറിയത്? വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ഒരു ആസ്ട്രോനോട്ട് ആവുക എന്ന് പറയുന്നത് പലരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി ഒരുപാട് പേർ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആസ്ട്രോ ഫിസിസിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഡോക്ടേഴ്സ് ആകാനും എൻജിനീയേഴ്സ് ആകാനും ഒരു CA കാരനാകാനും ഒക്കെ ആഗ്രഹിക്കുന്ന അനേകം ആളുകളുണ്ട്. PSC എക്സാം എഴുതി ഒരു ഗവൺമെൻറ് ജോലി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. എല്ലാവരുടെയും മുൻപിൽ ഒരു തടസ്സമായി നിൽക്കുന്നത് അവരുടെ ഓർമ്മശക്തിയാണ്. എത്ര പഠിച്ചാലും അത് നമ്മുടെ തലച്ചോറിൽ നിൽക്കുകയില്ല, പെട്ടെന്ന് മറന്നുപോകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ പഠന രീതിയാണ്. നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനമനുസരിച്ചുള്ള പഠന രീതിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. വ്യത്യസ്തമായിട്ടുള്ള അനേകം പഠന രീതികളുണ്ട്, പല മെമ്മറി ട്രിക്കുകളുണ്ട്. അതിലൂടെ ഒരു പുസ്തകത്തിനുള്ള കോണ്ടന്റ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. അങ്ങനെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ പല കോമ്പറ്റീറ്റീവ് എക്സാമുകളിലും നിങ്ങൾക്ക് ഉന്നത റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള 25 മെമ്മറി ട്രിക്കുകൾ ചേർത്ത് ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഞാൻ ബ്രൈറ്റ് കേരളത്തിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും തുടങ്ങിയിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള ഒരു അസിസ്റ്റൻറ്റ് നൽകുകയാണ് ഈ കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം. വെറുതെ ആ 25 വീഡിയോസ് കണ്ടതിന് ശേഷം കോഴ്സ് അവസാനിക്കുന്നില്ല. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഏത് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഉദാഹരണ സഹിതം നിങ്ങൾക്ക് നേരിട്ട് ഞാൻ പറഞ്ഞു നൽകുന്നതാണ്. ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ഈ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് കുറേയധികം നേട്ടങ്ങൾ സ്വന്തമാക്കിയത്. ഞാൻ നേടിയെടുത്ത നേട്ടങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. 2003 ജനുവരി മാസം 16 എല്ലാവരും ആകാംക്ഷയോടുകൂടി ആ ലോഞ്ചിങ് പാഡിലേക്ക് നോക്കി നിൽക്കുകയാണ്. ലൈവായിട്ടുള്ള ബ്രോഡ്കാസ്റ്റിങ്ങും നടക്കുന്നുണ്ട്. പലരും വീട്ടിലിരുന്നാണ് ഈ ദൃശ്യം കാണുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കൽപ്പന ചൗളയും 6 ആസ്ട്രോനോട്ട്സും ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കാൻ പോവുകയാണ്. പക്ഷേ അവർക്കാർക്കും അറിയില്ലായിരുന്നു ജീവനോടെ ഒരിക്കലും ഞങ്ങൾക്ക് തിരികെ ഈ ഭൂമിയിലേക്ക് വരാൻ സാധിക്കുകയില്ലെന്ന്. വിക്ഷേപണം നടന്ന് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ക്യാമറയിൽ പതിഞ്ഞ ഒരു ദൃശ്യം അവിടെ ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയറിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പരിശോധിച്ചത്. വിക്ഷേപണം നടക്കുന്ന സമയത്ത് ആ പേടകത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള ഭാഗത്തുണ്ടായിരുന്ന ഫ്യുവൽ ടാങ്കിൻ്റെ ഒരു കവറിങ്, ആ കവറിങ് പൊട്ടിത്തകർന്ന് ഇടതുവശത്തുള്ള വിങ് അല്ലെങ്കിൽ ചിറകിൽ പോയി ആഞ്ഞ് ഇടിച്ചിരിക്കുന്നു. ഉറപ്പായിട്ടും ആ ഭാഗത്തെ TPS അല്ലെങ്കിൽ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ സിസ്റ്റം തകർന്നിട്ടുണ്ടായിരിക്കും. ഉടൻ തന്നെ അദ്ദേഹം മറ്റ് എൻജിനീയേഴ്സിനെ ഈ വിവരം അറിയിച്ചു. എൻജിനീയേഴ്സിന് നേരിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇത്തരത്തിലുള്ള തകരാറുകൾ മനസ്സിലാക്കി മാനേജ്മെൻറ്റ് ബോർഡിലേക്ക് അറിയിക്കുക മാത്രമാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏക സൊല്യൂഷൻ. അവർ സമയം ഒട്ടും കളയാതെ മാനേജ്മെൻറ്റിനെ ഇത് അറിയിച്ചു. അതിനുശേഷം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു ചർച്ചയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ബോർഡംഗം പറയുന്നത് ഇത് അത്ര കാര്യമാക്കേണ്ട ഒരു സംഭവമല്ല. എല്ലാ തവണയും വിക്ഷേപണം സംഭവിക്കുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ തകരാറുകളൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ എല്ലാ ആസ്ട്രോനോട്ടും പോയതുപോലെ തന്നെ ആരോഗ്യവാന്മാരായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ മടങ്ങി വരും. മിക്ക ആളുകൾക്കും ആ അഭിപ്രായത്തോട് യോജിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം പണച്ചെലവാണ്. വലിയ രീതിയിലുള്ള തുക മുടക്കിയാണ് വിക്ഷേപണം നടത്തിയിരിക്കുന്നത്. അത് വേണമെങ്കിൽ തുടക്കഘട്ടത്തിൽ തന്നെ അബോർട്ട് ചെയ്യാം. വലിയ രീതിയിൽ പ്രശ്നമുണ്ടെങ്കിൽ അബോർട്ട് ചെയ്ത് അവിടെ ഉണ്ടായിരിക്കുന്ന ആസ്ട്രോനോട്ട്സിന് പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്.
പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തൊന്നും അത്തരത്തിലുള്ള ഒരു ഉത്തരവും ഉണ്ടായില്ല. പക്ഷേ എഞ്ചിനീയേഴ്സിന് വെറുതെ ഇരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ആ പേടകത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് അവർക്ക് ഉറപ്പായിട്ടും പരിശോധിക്കണം. അതിനെന്താണ് ഒരു മാർഗം? ഒരു മാർഗമുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസിൻ്റെ സ്പൈ സാറ്റലൈറ്റുകളുണ്ട്. ആ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പേടകത്തിൻ്റെ വളരെ അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്കെടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ മാരകമായിട്ടുള്ള തകരാറുകൾ ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഈ കാര്യവും അവർ അറിയിക്കുന്നത് മാനേജ്മെൻറ്റിനെയാണ്, അല്ലാതെ അവർക്ക് നേരിട്ടൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇത്തവണയും നെഗറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വെറുതെ നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള വിക്ഷേപണമാണ്, ഒരു തകരാറും അതിന് സംഭവിച്ചിട്ടില്ല. 16 ദിവസങ്ങൾക്ക് ശേഷം ആ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് റീ എൻട്രി ചെയ്തു. ഈ ഘട്ടത്തിൽ മാത്രമാണ് മുമ്പുണ്ടായ തകരാറിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്പേസിൽ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഇതൊരു പ്രശ്നമേ അല്ല. ഇപ്പോൾ എങ്ങനെയാണ് അതൊരു പ്രശ്നമായി മാറുന്നത്? ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ഇത് പറക്കുന്നത് ഏകദേശം മണിക്കൂറിൽ 27,000 കിലോമീറ്റർ വേഗതയിലാണ്. ഭൂമിയുടെ പ്രതലത്തിലേക്ക് അടുക്കും തോറും ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ കാഠിന്യം, അതിൻ്റെ പ്രഷർ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതായത് വാതകങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവയുടെ സാന്ദ്രത ഗണ്യമായി വർദ്ധിക്കുകയാണ്. അത്രയും ഡെൻസിറ്റിയിലുള്ള വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്യാസിനെ തുളച്ചുകൊണ്ടാണ് 27,000 കിലോമീറ്റർ വേഗതയിൽ ആ പേടകം റീ എൻട്രി ചെയ്യുന്നത്. ആ സമയത്ത് ഈ വാതകങ്ങൾ അതിശക്തമായിട്ടുള്ള ഒരു പ്രഷറാണ് ആ പേടകത്തിൻ്റെ പ്രതലത്തിൽ ഏൽപ്പിക്കുന്നത്. വാതകത്തിന് സൂപ്പർ ഹീറ്റിംഗ് എന്ന ഒരു പ്രതിഭാസം സംഭവിക്കും. ശക്തമായിട്ട് ഹീറ്റ് ഉണ്ടാകുന്നതിനെ തുടർന്ന് ആ വാതകമല്ലാതെയായി മാറും. അത് പ്ലാസ്മയായിട്ട് മാറും. പ്ലാസ്മയുടെ അപ്പോഴത്തെ താപനില 1650 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ പ്ലാസ്മ ഇടതുവശത്തെ ചിറകിനോട് ചേർന്നുണ്ടായിരുന്ന ആ ഒരു പൊട്ടലിൻ്റെ ഇടയിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. ആ ചിറക് അലുമിനിയം കൊണ്ടുണ്ടാക്കിയതാണ്. 1650 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ അലുമിനിയത്തിൻ്റെ ചിറക് ഉരുകി ഒലിക്കാൻ തുടങ്ങും. അത് ഉരുകി ഒലിക്കുക തന്നെ ചെയ്തു. ഈ ചിറകിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പേടകത്തിൻ്റെ സഞ്ചാരം തന്നെ നടക്കുന്നത്. ഒരു ചിറക് ഉരുകി ഒലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എയറോഡൈനാമിക് ബാലൻസിനെ തന്നെ അത് തകിടം മറിക്കും. അതിനെ തുടർന്ന് അതിൻ്റെ ദിശ തെറ്റി അത് പറക്കാൻ തുടങ്ങി. ഒട്ടും വൈകാതെ തന്നെ അത് പല കഷ്ണങ്ങളായി ചിന്നിച്ചിതറി നിലം പതിച്ചു. ഒപ്പമുണ്ടായിരുന്ന ആ 7 ആസ്ട്രോണോട്ടും തൽക്ഷണം മരണമടഞ്ഞു. അപ്പോൾ സമയം രാവിലെ 8:59 മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ആ ആസ്ട്രോണോട്ട്സ് മനസ്സിലാക്കിയത് തങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന്. കാരണം 8:53 ആയപ്പോൾ അവരുടെ ഇടതുവശത്തെ ചിറകിൻ്റെ ടെമ്പറേച്ചർ സെൻസേഴ്സ് നിശ്ചലമായി. ശക്തമായിട്ടുള്ള താപനിലയെ തുടർന്നാണെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും മരിക്കുമെന്നുള്ള ധാരണ അവസാനത്തെ നിമിഷങ്ങളിൽ അവരിൽ അരിച്ചു കയറി. മരണത്തെ മുഖാമുഖം കാണുന്ന ആ അവസാന നിമിഷങ്ങളിൽ അവർ എന്തൊക്കെ മനോവ്യാപാരങ്ങൾക്കായിരിക്കും വഴിമാറിയത്? അത് അവർക്ക് മാത്രമേ വിവരിക്കാൻ സാധിക്കുകയുള്ളൂ. അവരിന്ന് നമ്മോടൊപ്പമില്ല. ഇതിനെ തുടർന്ന് 29 മാസത്തേക്ക് സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമുകൾ പൂർണ്ണമായിട്ടും നിർത്തലാക്കി. പിന്നീട് ശക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞവയാണ്. കൊളംബിയ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡാണ് അങ്ങനെയൊരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാസയുടെ അനാസ്ഥ കാരണമാണ് ഇങ്ങനെയൊരു വിപത്ത് സംഭവിച്ചതെന്ന്. ഇതിനുശേഷം വലിയ രീതിയിലുള്ള അഴിച്ചുപണിയാണ് നാസയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒരു ആസ്ട്രോനോട്ടിൻ്റെ ജീവന് കോടിക്കണക്കിന് അമേരിക്കൻ ഡോളേഴ്സിനേക്കാൾ വിലയുണ്ട്. ഒരു മിഷൻ പൂർണ്ണമായിട്ടും അബോർട്ട് ചെയ്യേണ്ടി വന്നാൽ പോലും ആ ആസ്ട്രോനോട്ടിൻ്റെ ജീവന് കൂടുതൽ വാല്യൂ കൊടുക്കണം. നിലവിൽ അവർ സ്പേസ് ഷട്ടിലുകൾ ഉപയോഗിക്കുന്നില്ല. സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു പേടകമല്ല. അത് സമുദ്രത്തിൽ നേരിട്ട് സ്പ്ലാഷ് ഡൗൺ ചെയ്യുകയല്ല ചെയ്യുന്നത്. കൃത്യമായിട്ട് കരയിൽ ലാൻഡ് ചെയ്യുകയാണ്. ഒരു വിമാനം എങ്ങനെയാണോ ലാൻഡ് ചെയ്യുന്നത് അതേ രീതിയിലുള്ള ലാൻഡിംഗ്. ഈ പേടകങ്ങൾ ഒഴിവാക്കിയാണ് ഇലോൺ മസ്കിൻ്റെ കീഴിലുള്ള സ്പേസ് എക്സ് എന്ന കമ്പനിയുടെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റുകൾ ഈ ദൗത്യത്തിനു വേണ്ടി ഉപയോഗിച്ചു തുടങ്ങിയത്. നാസ സേഫ്റ്റി പ്രോട്ടോകോൾ അടിക്കടി മാറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സേഫ്റ്റി പ്രോട്ടോകോളിൻ്റെ അടിസ്ഥാനത്തിലാണ് കേടുപാടുകൾ സംഭവിച്ച സ്റ്റാർലൈനർ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും മടങ്ങി വരണ്ടാന്ന് നാസ തീരുമാനിച്ചത്. അവർ രണ്ടുപേരും സ്പേസ് സ്റ്റേഷനിലേക്ക് പോയത് സ്പേസ് എക്സിൻ്റെ പേടകത്തിലായിരുന്നില്ല. അവർ പോയത് ബോയിങ്ങിൻ്റെ
പരീക്ഷണ സ്പേസ് ക്രാഫ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ ലൈനറിലായിരുന്നു. സ്റ്റാർ ലൈനർ പേടകം ഒരു മനുഷ്യനെ പോലും ഇതുവരെയും ബഹിരാകാശത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ആദ്യത്തെ മാൻഡ് മിഷൻ ആയിരുന്നു ഇത്. അതൊരു പരീക്ഷണ പറക്കലായിരുന്നു. മനുഷ്യരെ വിജയകരമായിട്ട് അവിടെ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണം. അതായത് ജീവൻ പോലും നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ആ യാത്രയ്ക്ക് തയ്യാറെടുത്തത്. വിക്ഷേപണത്തിന് മുൻപ് തന്നെ അവർക്കറിയാമായിരുന്നു ഹീലിയം ലീക്കേജ് ഉണ്ടെന്ന്. വിക്ഷേപണത്തിന് ശേഷം ഒരു കാര്യം കൂടി അവർ മനസ്സിലാക്കി: 5 ത്രസ്റ്ററുകൾ പ്രവർത്തനരഹിതമാണെന്ന്. പിന്നീട് അത് ശരിയാക്കാൻ ഒരുപാട് പ്രയത്നങ്ങൾ നടത്തിയെങ്കിൽ പോലും അതൊക്കെ വിഫലമാവുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഒടുവിൽ ഡ്രാഗൺ പേടകത്തിൽ അവർക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്യേണ്ടി വന്നത്. 2003 നടത്തിയ കൽപ്പന ചൗളയുടെ STS-107 എന്ന മിഷൻ അതൊരു സോളോ മിഷൻ ആയിരുന്നു. അതായത് അവർ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയത് സ്പേസ് സ്റ്റേഷനിൽ വെച്ചല്ല. അവർ പോയ അതേ പേടകത്തിൽ വെച്ച് തന്നെയാണ്. സ്പേസ് സ്റ്റേഷനുമായിട്ട് ആ പേടകം ഡോക്ക് ചെയ്തിരുന്നില്ല. അവർക്ക് 16 ദിവസങ്ങൾ മാത്രമേ ആ ഒരു പേടകത്തിൽ നിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. കാരണം 16 ദിവസത്തേക്കുള്ള ഭക്ഷണവും ഓക്സിജനും ജലവും മാത്രമേ ആ പേടകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപകടത്തിൻ്റെ ആക്കം കൂട്ടിയതിൽ ഇതിന് വലിയ പങ്കുണ്ട്. കാരണം ഈ അപകടം അവർക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചാലും കയ്യും കെട്ടി ആ അപകടം നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അവിടേക്ക് മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിനെ അയക്കണമെങ്കിൽ 31 ദിവസങ്ങൾ വേണ്ടിവരും. അവിടേക്ക് സ്പേസ് ക്രാഫ്റ്റിനെ എത്തിക്കാൻ വേണ്ടിയല്ല 31 ദിവസം, അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തി നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള അറ്റ്ലാന്റിസ് എന്ന പേടകത്തെ അവിടേക്ക് അയക്കാൻ 31 ദിവസങ്ങൾ വേണ്ടിവരും. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആ കാലഘട്ടത്തിലുമുണ്ട്. ഡോക്കിംഗ് പ്രക്രിയയിലൂടെ പേടകങ്ങളെ ആ സ്പേസ് സ്റ്റേഷനുമായിട്ട് ചേർത്ത് വെക്കാനും ആ കാലഘട്ടത്തിൽ സാധിക്കുമായിരുന്നു. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള സോളോ മിഷനുകൾ അവർ നടത്തിയിരുന്നു. പേടകത്തിന് ഒരു അപകടം സംഭവിച്ചാൽ പോലും അസ്ട്രോനോട്ടിന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. സുനിത വില്യംസും ബുച്ച് വിൽമോറും പോയിരുന്നത് അത്തരത്തിലുള്ള ഒരു സോളോ മിഷൻ ആയിരുന്നെങ്കിൽ അവർക്ക് അതേ സ്റ്റാർ ലൈനറിൽ തന്നെ നിർബന്ധമായിട്ടും മടങ്ങി വരേണ്ടി വന്നേനെ. അതും അവിടേക്ക് പോയി അധികം ദിവസം കഴിയാതെ തന്നെ. കാരണം ആ സ്റ്റാർ ലൈനറിൽ അധിക നാൾ നമുക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. ഈ കൽപ്പന ചൗള പോയതുപോലെ തന്നെ 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ മാത്രമാണ് പരമാവധി അവിടെ നിൽക്കാൻ സാധിക്കുക. പക്ഷേ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭാഗ്യം കൊണ്ടും നാസയുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സേഫ്റ്റി പ്രോട്ടോകോൾ അനുസരിച്ചും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സ്പേസ് ഹെവനിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്ര ദിവസം വേണമെങ്കിലും അവിടെ നിൽക്കാൻ സാധിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള കാർഗോ അത് നാസയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് അയച്ചു കൊടുക്കാനും സാധിക്കുന്നതാണ്. നിലവിൽ സ്പേസ് സ്റ്റേഷനിൽ ആക്റ്റീവായിട്ടുള്ള 8 ഡോക്കിംഗ് പോർട്ടുകളുണ്ട്. അതായത് ഒരേ സമയം 8 സ്പേസ് ക്രാഫ്റ്റുകളെ വരെ അവിടെ ഡോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു സ്പേസ് ക്രാഫ്റ്റിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ സഹായത്താൽ ആസ്ട്രോനോട്ട്സിന് വളരെ ഈസി ആയിട്ട് തന്നെ ഭൂമിയിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. നിലവിൽ നാസ ഒരു സോളോ മിഷനുകളും നടത്തുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. സ്പേസ് സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്യാതെ ചില പേടകങ്ങളെ സ്പേസിലേക്ക് അയക്കാറുണ്ട്. ഉദാഹരണത്തിന് 2009 ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൽ നടപ്പിലാക്കിയ സർവീസിംഗ് STS-125 മിഷൻ ആയിരുന്നു അത്. ആ സ്പേസ് ക്രാഫ്റ്റിനെ ഒരിക്കലും സ്പേസ് സ്റ്റേഷനുമായിട്ട് ഡോക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അതിൻ്റെ ലക്ഷ്യസ്ഥാനം അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു സ്ഥലമാണ്. അത് ഹബിൾ സ്പേസ് ടെലസ്കോപ്പാണ്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും അപ്ഗ്രഡേഷൻ നടപ്പിലാക്കുകയുമായിരുന്നു ഈ ദൗത്യസംഘത്തിൻ്റെ ചുമതല. എന്തായാലും വിജയകരമായിട്ട് അത് നടപ്പിലാക്കി അവർക്ക് ഭൂമിയിലേക്ക് മടങ്ങി വരാൻ സാധ്യമായി. ഇനിയും സോളോ മിഷനുകൾ ഒരുപക്ഷെ നടപ്പിലാക്കേണ്ടി വന്നേക്കാം. അപകടം പിടിച്ചതാണ് സോളോ മിഷനുകൾ. കാരണം തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ തങ്ങാൻ സാധിക്കുകയില്ല. തകരാറ് സംഭവിച്ച അതേ പേടകത്തിൽ തന്നെ തിരിച്ച് ഭൂമിയിലേക്ക് മടങ്ങി വരേണ്ടി വരും. എനിക്ക് ഉറപ്പുണ്ട് ഇനിയൊരു സോളോ മിഷൻ ഏൽപ്പിച്ചാൽ പോലും സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള ആസ്ട്രോനോട്ട്സ് അത് 2 കൈയും നീട്ടി സ്വീകരിക്കും. കാരണം അവർ ആസ്ട്രോനോട്ട്സ് ആണ്. അവരുടെ ജീവൻ അവർ നൽകിയിരിക്കുന്നത് ശാസ്ത്രത്തിന് വേണ്ടിയാണ്. ശാസ്ത്രത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണെന്ന് പോലും നമുക്ക് അവരെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ധാരാളം പണമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം, എന്നാൽ അവർ അവരുടെ ജീവൻ പോലും ബലി കഴിപ്പിച്ചിട്ടാണ് ഓരോ മിഷനും തയ്യാറാകുന്നത്. ജീവനോടുകൂടി മടങ്ങി വന്നാൽ പോലും അവർക്ക് അവിടെ ഉണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ അത് അതിഭീകരമാണ്. ആ ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ മുമ്പ് ഈ ചാനലിൽ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൻ്റെ കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം.
നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. എൻ്റെ സോഷ്യൽ മീഡിയ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പരിശോധിക്കുക.